ഹായ് ഫ്രണ്ട്സ്, ഷെറി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ് കൗമാരം. ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാലം കൂടെയാണിത്. ആരോഗ്യകരമായ കൗമാരം വ്യക്തിത്വ വികാസത്തിന് അനിവാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൗമാര പ്രായത്തിലെത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു കുട്ടി പ്രായപൂർത്തി പ്രാപിച്ച് യൗവനത്തിലേക്ക് കടക്കുന്നത് കൗമാരത്തിലൂടെയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 5 വർഷക്കാലം ജെൻഡർ ഡിഫറൻസ് ഒന്നും അവരെ ബാധിക്കാതെ കടന്നു പോകും. ഏതാണ്ട് ഒരു 10 വയസ്സ് ആകുമ്പോഴേക്ക് ആൺപെൺ വ്യത്യാസങ്ങൾ പ്രകടമായി വരും. കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങൾക്കും വിധേയരാകുന്നുണ്ട്. ഹോർമോണിൻ്റെ അളവിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇതിന് പിന്നിലെന്ന് നമുക്കറിയാം. വൈകാരികമായി നോക്കുമ്പോൾ കുട്ടിത്തം വിട്ടുമാറിയിട്ടും ഉണ്ടാവില്ല. ശാരീരികമായി മുതിർന്നവരെ പോലെ വളർച്ച പ്രാപിച്ചിട്ടും ഉണ്ടാവും. ഇത് കുട്ടികളെ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കും. കുട്ടികൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്ന സമയമാണിത്. കുട്ടികൾ എന്ന നിലയിലുള്ള ആഗ്രഹങ്ങളും മുതിർന്നവരെന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വങ്ങളും തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ കുട്ടിയാണോ മുതിർന്ന ആളാണോ എന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് ആ സമയത്ത് കുട്ടികളുടെ സ്വഭാവം വെച്ച് മുതിർന്നവരെ പോലെ പെരുമാറാൻ ശ്രമിക്കുകയും ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു തുടങ്ങും. ഇതേസമയം കൗമാരത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ മുതിർന്നവരായി മാറിയിട്ടുണ്ടാവും. ശരീരം മുഴുവൻ ഒരു മുതിർന്ന ആളെപ്പോലെ ആയിട്ടും കുട്ടിത്തം വീണ്ടെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുട്ടിത്തം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ശ്രമങ്ങൾ നടത്തിയിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രക്ഷിതാക്കൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ അസഹനീയമായ ഒരു തലവേദന ഉണ്ടാക്കുന്ന കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു മനസമാധാനം നഷ്ടപ്പെടുന്ന, ഒരു ആശങ്ക വളരുന്ന ഒരു കാലഘട്ടമാണിത്. അനുസരണക്കേട് എന്ന് സാധാരണയായിട്ട് നാം പറയുന്ന ഒരു സ്വഭാവ രീതി ഈ കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സമയത്ത് രക്ഷിതാക്കളുടെ ചില ഇടപെടലുകൾ അവരുടെ സ്വഭാവത്തെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം വളരെ സെൻസിറ്റീവായ കാലമായതുകൊണ്ട് തന്നെ ഉപദേശങ്ങളും വിമർശനങ്ങളും സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല. കുട്ടികളിൽ ശാരീരികവും മാനസികവുമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു വളർച്ച വലിയ തോതിൽ കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ അളവുകളിലുണ്ടാകുന്ന വ്യത്യാസമാണ് കുട്ടികളെ ഇത്തരം സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ കാരണമാകുന്നത്. നിർഭാഗ്യവശാൽ ഇതേ ഹോർമോണുകൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വഭാവ പെരുമാറ്റ രീതികൾക്ക് കാരണമാകുന്നുണ്ട്. ശാരീരിക വളർച്ചയേക്കാൾ ഉപരി ഇവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഇടവരുത്തുന്നുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, എല്ലാം ഒരു കാരണമില്ലാതെ തന്നെ ഇവർ ചിലപ്പം ചിരിക്കും, തേങ്ങിക്കരയും. ഇതൊക്കെയും ഈ പ്രായത്തിൽ പ്രത്യേകതകളാണ് എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മൾ അനുസരണക്കേട് എന്ന് വിളിക്കുന്നത് ഈ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കടന്നു പോയത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ വേണം നമ്മൾ കുഞ്ഞുങ്ങളോട് ഈ സമയത്ത് ഇടപെടാൻ. അതുപോലെ തന്നെ ഓരോ ചുവട് വെക്കുമ്പോഴും കൗമാരക്കാരെ കാത്തു പതിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. മൊബൈൽ അഡിക്ഷൻ, അതുപോലെ ഡ്രഗ് അഡിക്ഷൻ, മറ്റ് കൂട്ടുകെട്ടുകൾ, പ്രണയത്തിൽ പെട്ടുപോവുക, ഇങ്ങനെ പലതരം അഡിക്ഷനുകളിൽ കുട്ടികൾ പെട്ടുപോകുന്ന ഒരു പ്രായം കൂടെയാണ് ഈ അഡോളസൻ്റ് ഏജ്. ഇത്തരം അഡിക്ഷനിൽ പെട്ടുപോകുന്ന കുട്ടികൾ ഊണും ഉറക്കവും അവരുടെ പഠനവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവരുടെ ഈ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഈ ഒരു കൗമാരകാലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ക്രമേണ അത് വലിയ മാനസിക വൈകല്യമായിട്ട് മാറുന്നതും നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരുപാട് കുട്ടികളെ, ഈ ഏജിലുള്ള കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 വിഷയങ്ങൾ ഇപ്പോൾ അടിക്കടി വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം, ബോധവാന്മാരാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.
വളരെ വേദന ഉണ്ടാക്കുന്ന കുറേ അനുഭവങ്ങൾ നമ്മൾ രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികളുടെ അശ്രദ്ധ മൂലം പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി പെട്ട കുട്ടികൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളിൽ അമിതമായിട്ട് അർപ്പിക്കുന്ന വിശ്വാസം, അത് കുട്ടികൾ മിസ്യൂസ് ചെയ്യുന്നത്, വളരെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില കുടുംബങ്ങളിലെ കുട്ടികൾ പോലും വളരെ മോശമായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നതും, അത് വളരെ വൈകി മാത്രം രക്ഷിതാക്കൾ അറിയുകയും ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ നിശബ്ദമായിട്ട് നോക്കി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. അതിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രക്ഷിതാക്കളോട് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ് കൗമാരം. അത് ആനന്ദപൂർണവും ആസ്വാദ്യകരവുമായിട്ട് കുട്ടികൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അതിന് രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ട്. നമ്മുടെ നാടിൻ്റെ ശോഭനമായ ഭാവി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇതിൽ മറ്റ് നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും ഇതിന് കൃത്യമായ പങ്കുണ്ട്. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിപത്ത് വളരെ മാരകമായ രീതിയിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കൾ മാത്രമല്ല ഉണരേണ്ടത്, നമ്മുടെ സമൂഹം തന്നെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഉണരേണ്ടതുണ്ട്. ഇതുവരെ പറഞ്ഞ് വെച്ച കാര്യങ്ങളിൽ നിന്ന് ഈ കൗമാര പ്രായത്തിൽ നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ടുള്ള വ്യതിയാനങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. അവർ ഈ പ്രായത്തിൽ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ എല്ലാം എല്ലാ കുട്ടികളിലൂടെയും കടന്നു പോകുന്ന സങ്കീർണമായ അവസ്ഥയുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ ഭയങ്കര ഇഷ്യൂസാക്കി വെച്ചിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ, എന്നും പ്രശ്നങ്ങൾ, കുട്ടിക്കൊരു സമാധാനം വീട്ടിലില്ല, കുട്ടിയോട് പലപ്പോഴും പാരൻസ് തുറന്ന് സംസാരിക്കുക പോലുമില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അഡിക്ഷൻ പല കാര്യങ്ങളിലേക്ക് ചാഞ്ഞു പോകുന്നത്. ഇപ്പോൾ കൂട്ടുകെട്ട്, മോശമായ കൂട്ടുകെട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയായിരിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലടാ എനിക്കെന്ന് പറയുമ്പോൾ, നീ ഇതൊന്ന് കഴിച്ചു നോക്ക്, ഒരു കുറച്ച് നേരം നിനക്കൊരു ഹൈ ഫീൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടി കൊടുക്കുമ്പോൾ ഒന്ന് മുന്നും പിന്നും നോക്കാതെ അത് മേടിച്ച് കഴിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വീണു പോകുന്നത്. ഒരു സമാധാനം വീട്ടിലില്ല, സന്തോഷത്തോടു കൂടെ തന്നെ കേട്ടിരിക്കാൻ വീട്ടിൽ ഒരാൾ തയ്യാറല്ല എന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യുമ്പം കുട്ടി സോഷ്യൽ മീഡിയയിലും മറ്റും സെർച്ച് ചെയ്യാൻ, ഇൻസ്റ്റയിലും മറ്റും കാണുന്ന ആളുകളോട് സങ്കടങ്ങൾ പറയുകയാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരു കുട്ടി ഞാനങ്ങ് മോശമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് പെടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാൻ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അമ്മയും അച്ഛനും വീട്ടിലുള്ള മുതിർന്നവരും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സേഫായ ഇടം, ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇടം ഈ വീടിൻ്റെ ഉള്ളാണ് എന്നുള്ള ഒരു ഫീൽ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പരിധിവരെ അവരുടെ ഈ ഒരു സങ്കീർണതകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. കുട്ടികളെ പറക്കാൻ അനുവദിക്കുക, അവർ പറക്കട്ടെ, അവരുടെ ആകാശം അവരുടെ മുന്നിൽ തുറന്നിട്ട് കൊടുക്കുക. അപ്പോഴും ഒരു പട്ടം പോലെ അതിൻ്റെ നൂലിൻ്റെ ഒരറ്റം രക്ഷിതാക്കളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രക്ഷിതാക്കളും മറ്റു വീട്ടിലുള്ള കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ വ്യക്തിക്കും തനതായ ഒരു അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കൗമാരക്കാർ വ്യത്യസ്തരല്ല, അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് ആവശ്യത്തിന് ആശയങ്ങൾ പറയാനും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ വീടുകളിൽ അനുവദിച്ച് നൽകുക. നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് കൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. ഇവർ മുതിർന്നു വരുന്ന വ്യക്തികളാണ് എന്ന് വ്യക്തമായ ധാരണയോടെ കഴിയുന്നത്ര മേഖലയിലൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക. അല്ലെങ്കിൽ തന്നെ ഇവർ ഓരോ കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കി വേണ്ടിടത്തും വേണ്ടാത്തിടത്തും നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ കൺസേൺ എടുക്കുക. എന്നിട്ട് നമുക്ക് അവരോട് ഇന്ന മാറ്റങ്ങൾ ഇതിങ്ങനെ ചെയ്താൽ എന്തുകൊണ്ട് കുറച്ചും കൂടി നന്നാവില്ല എന്നുള്ള നമ്മുടേതായ പോയിൻ്റുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്തി കൊടുക്കുക. നമ്മളുടെ ഇടപെടലുകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പലപ്പോഴും വലിയ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു നല്ല വളർച്ചയ്ക്ക്, നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഇത് അനിവാര്യമാണ്.
വീടും സമൂഹവും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.